എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിൻ്റെ EVS വർക്ക്ഷീറ്റാണ് ഇംഗ്ലീഷ് മീഡിയം. സഞ്ചരിക്കാം ഇരപിടിക്കാം എന്ന ഒരു പോർഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു നവംബർ 19 നടന്ന ക്ലാസ്. അതിനകത്ത് എന്തൊക്കെയായിരുന്നു ചർച്ച ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പദസൂര്യനുണ്ടായിരുന്നു അല്ലേ? എന്തൊക്കെ ആഹാരങ്ങളാണ് പക്ഷികൾ കഴിക്കുന്നതിന് ബേസ് ചെയ്തിട്ടൊരു പദസൂര്യൻ. എന്തൊക്കെ ആഹാരങ്ങളാണ് പക്ഷികൾ കഴിക്കുന്നത്? സീഡ്സ്, വിത്തുകൾ അല്ലേ? ചില ചെടികളുടെയൊക്കെ വിത്തുകൾ കഴിക്കാറുണ്ട്. ഫ്രൂട്ട്സ്, പഴങ്ങൾ. ഇൻസെക്ട്സ്, പ്രാണികൾ. അതുപോലെ എഗ്സ്, ചിലതിൻ്റെയൊക്കെ മുട്ടകൾ കഴിക്കാറുണ്ട്. ഫിഷ് എന്ന് പറഞ്ഞാൽ മീൻ. ബഡ്സ്, ചിലതിൻ്റെ മുകുളങ്ങൾ. ലാർവേ ചില പുഴുക്കളുണ്ടാകുമ്പോൾ ഉള്ള ലാർവയും, നമ്മൾ ചിത്രശലഭത്തിൻ്റെയൊക്കെ ലാർവയില്ലേ, അതുപോലെ ലാർവയും. അതുപോലെ ഫുഡ് ഗ്രെയിൻ, ധാന്യങ്ങളുണ്ട്. അതുപോലെ ഡെഡ് ആനിമൽസ്, ഈ ശവശരീരം, കഴുകനൊക്കെ കണ്ടിട്ടില്ലേ, അത്. അതുപോലെ ഗാർബേജ്, അവശിഷ്ടങ്ങളൊക്കെ പക്ഷികൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ സംഭവങ്ങൾ നമുക്ക് ഈ പദസൂര്യൻ കംപ്ലീറ്റ് ചെയ്യാം. അടുത്തതൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിരുന്നു. ടീച്ചർ കുറേ പക്ഷികളുടെ വിവരങ്ങൾ പറഞ്ഞു തന്നു. അവയുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ്, ശാരീരിക പ്രത്യേകതകൾ പറഞ്ഞു തന്നു. അനുകൂലനങ്ങൾ, അവയുടെ അഡാപ്റ്റേഷൻസ് പറഞ്ഞു തന്നു. നമുക്കതൊക്കെ ഒരു ടേബിളിലാക്കി എഴുതണം. അപ്പോൾ ഇത് ചെറിയൊരു ടേബിളാണ്, ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതുകൊണ്ട് ഓരോ പക്ഷികളുടെയും വിവരങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത്തത് വാൾകൊക്ക്, കേർലിയു. എന്തൊക്കെയാണ് ഫിസിക്കൽ ഫീച്ചേഴ്സ്? characterized by long, slender, down curved bills. അവയുടെ ചിത്രം കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേർലിയുവിനെ കണ്ടിട്ടുണ്ടോ? വാൾകൊക്കിനെ കണ്ടിട്ടുണ്ടോ? അവയുടെ കൊക്കുകൾ എങ്ങനെയാണ്? നീളമുള്ളതാണല്ലേ, നല്ല നീളമുള്ള വളഞ്ഞ കൊക്കുകളാണ്. അഡാപ്റ്റേഷൻസ് എന്താണ്? A curlew has a long, slender, down curved beak for getting worms in the ground. ഈ ചെടികളിലൊക്കെ ഉള്ള വിരകളെയും ചെറിയ പുഴുക്കളെയൊക്കെയാണ് വാൾകൊക്ക് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കൊക്ക്, ഈ നീണ്ട വളഞ്ഞ കൊക്ക് ഇങ്ങനെയുള്ള പ്രാണികളെയൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അതിനെ സഹായിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഈഗിൾ, പരുന്തിനെ എല്ലാവർക്കും അറിയാമല്ലോ. ഈഗിൾസ് ഹാവ് വെരി ലാർജ് ഹൂക്ഡ് ബീക്സ് ഫോർ റിപ്പിംഗ് ഫ്ലഷ് ഫ്രം their prey, strong muscular legs and powerful talons. പരുന്തിനെ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ. പരുന്തിൻ്റെ കൊക്കുകൾ എങ്ങനെയുള്ളതാണ്? അതിന് വളരെ വലുതാണല്ലേ. അതുപോലെ ഹൂക്ഡ് ബീക്സ് ആണ്. അതിൻ്റെ ഈ ഇറച്ചിയൊക്കെ ഇങ്ങനെ വലിച്ച് കീറി തിന്നാൻ പാകത്തിനുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹൂക്ഡ് ബീക്സ് ആണ് അതിനുള്ളത്. അതുപോലെ അതിൻ്റെ കാലുകളും വളരെ പവർഫുള്ളാണ്. അതുമാത്രമല്ല, അതിൻ്റെ നഖങ്ങളുണ്ടല്ലോ, നല്ല ഷാർപ്പായിട്ടുള്ള. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതിൻ്റെ ചിത്രം, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെയുള്ള നഖങ്ങളാണ് ഈഗിളിനുള്ളത്. ദ ബീക്ക് ഈസ് ടിപ്പിക്കലി ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് മോസ്റ്റ് അതർ ബേർഡ്സ് ഓഫ് പ്രേ. ഈഗിൾസ് ഐസ് ആർ എക്സ്ട്രീംലി പവർഫുൾ. അതിൻ്റെ കൊക്കുകളും വളരെയധികം ബലമുള്ളതാണ്. ഇതുപോലുള്ള ചില കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പറയുന്നതിനിടയ്ക്ക് പൊക്കി എടുത്തിട്ട് പോകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൊക്കുകളാണ് അതിനുള്ളത്. ദ ബീക്ക് ഈസ് ടിപ്പിക്കലി ഹെവിയർ ദാൻ, ഭാരമുള്ളത്, ഹെവിയർ ദാൻ ദാറ്റ് ഓഫ് മോസ്റ്റ് അതർ ബേർഡ്സ് ഓഫ് പ്രേ. ഇതുപോലെ ഇരപിടിയന്മാരായ പക്ഷികളെക്കാളും വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ബീക്കാണ് ഈഗിളിനുള്ളത്. ഈഗിൾസ് ഐസ് ആർ എക്സ്ട്രീംലി പവർഫുൾ. അതിൻ്റെ കണ്ണുകൾ എത്ര ദൂരത്ത് നിന്ന് വേണമെങ്കിലും അതിന് താഴെ പോകുന്ന ചെറിയ പ്രാണികളെ വരെ കാണാൻ തക്ക പാകത്തിനുള്ള കണ്ണുകളാണ്. ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഐസാണ് ഈഗിളിനുള്ളത്. എന്ത് അഡാപ്റ്റേഷനാണ് ഈഗിളിനുള്ളത്? ഏതൊക്കെയാണ്? Eagle adaptations include keen eyesight, specially designed feet, sharp beaks and large wings. എന്തൊക്കെയാണ്? കീൻ ഐസൈറ്റ്, നല്ല പവർഫുള്ളായിട്ടുള്ള കാഴ്ചശക്തി ഉണ്ട് അതിന്. സ്പെഷ്യലി ഡിസൈൻഡ് ഫീറ്റ്, പ്രത്യേകതയുള്ള കാലുകളുണ്ട്, പാദങ്ങളുണ്ട്. ഷാർപ്പ് ബീക്സ്, അതിൻ്റെ കൊക്കുകൾ, ചുണ്ടുകൾ പ്രത്യേക തരത്തിലുള്ള ഷാർപ്പായിട്ടുള്ള ബീക്സാണ്. കൂർത്ത അല്ലേ. അതുപോലെ ലാർജ് വിങ്സ്, അതിന് എത്ര ഉയരത്തിൽ വേണമെങ്കിലും പറക്കാൻ കഴിയുന്ന തരത്തിലുള്ള വലുതും ശക്തമായിട്ടുള്ള ചിറകുകളാണ്
ഈഗിൾസിനുള്ളത്. അടുത്ത ഹമ്മിങ് ബേർഡ്. Humming birds have long, narrow beak that allows them to reach the nectar from brightly colored tubular flowers. അതിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഹമ്മിങ് ബേർഡിനെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? ഈ ചെറിയ പൂക്കളിൽ നിന്നൊക്കെ തേൻ കുടിക്കുന്ന തേൻകുരുവികളാണ് അല്ലേ? അതിന് എന്തൊക്കെയാണ്? ലോങ് നാരോ ബീക്ക്, അതിന് നീളമുള്ള നാരോ ചെറിയ പൂക്കളിൽ നിന്ന് പോലും തേൻ കുടിക്കാൻ പാകത്തിനുള്ള ചുണ്ടുകളാണ് അതിനുള്ളത്. അതുപോലെ ഫ്ലെക്സിബിൾ ലോവർ ബീക്ക്, അതിൻ്റെ കൊക്കിൻ്റെ താഴ്ഭാഗം ഫ്ലെക്സിബിളാണ്. ദ ടങ് ലൈക്ക് ദ ബീക്ക് ഈസ് ക്വൈറ്റ് ലോങ്, അതിൻ്റെ നാവും നീളമുള്ളതാണ്. അതിൻ്റെ ബീക്ക് പോലെ തന്നെ അതിൻ്റെ കൊക്ക് പോലെ തന്നെ നീളമുള്ളതാണ് അതിൻ്റെ നാവും. അതിനെങ്ങനെ അഡാപ്റ്റേഷൻ, അതിനെങ്ങനെ അതൊക്കെ ഇങ്ങനെയുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സ് എങ്ങനെ അതിന് പ്രയോജനം ചെയ്യും? Humming birds have a long, narrow beak that allows them to reach the nectar from brightly colored tubular flowers. ഈ പൂക്കളുടെ ഉള്ളിലേക്ക് അതിൻ്റെ ചുണ്ട് കടത്തി തേൻ വലിച്ചു കുടിക്കാൻ പാകത്തിനുള്ള കൊക്കുകളാണ് ഹമ്മിങ് ബേർഡിനുള്ളത്. They also feed on insects that have a flexible lower beak that allows them to grab insects from the air during flight. അത് തേൻ മാത്രമല്ല കുടിക്കുന്നത്, ഈ വായുവിൽ പറന്ന് നടക്കുന്ന ചെറിയ ചെറിയ പ്രാണികളുണ്ടല്ലോ, ചെറിയ പ്രാണികളെയും അത് പിടിച്ച് തിന്നുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഫ്ലെക്സിബിളായിട്ടുള്ള നല്ല കട്ടിയില്ലാത്ത ഫ്ലെക്സിബിളായിട്ടുള്ള വളയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലോവർ ബീക്കാണ് അതിനുള്ളത്, കീഴ്ചുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് അതിന് പ്രാണികളെ പെട്ടെന്ന് പിടിച്ച്, അതുപോലെ നാവും നീളമുള്ളതാണ്, ഇതൊക്കെ ഉപയോഗിച്ചതിന് പ്രാണികളെ പെട്ടെന്ന് പിടിച്ച് തിന്നാൻ സാധിക്കും. അപ്പോൾ നീളമുള്ള കൊക്കും നാവും ലോവർ ബീക്കും ഒക്കെ അതിന് സഹായിക്കുന്നുണ്ട്. അടുത്തത് വൈൽഡ് ഡക്ക്. വൈൽഡ് ഡക്കിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ ബിൽ ഈസ് യൂഷ്വലി ബ്രോഡ്, ദ ലെഗ്സ് ആർ സ്ട്രോങ് ആൻഡ് വെൽ ഡെവലപ്ഡ്, ദ വിങ്സ് ആർ വെരി സ്ട്രോങ് ആൻഡ് ആർ ജനറലി ഷോർട്ട് ആൻഡ് പോയിൻറ്റഡ്. കാട്ടുതാറാവ് എന്തൊക്കെയാണ്? ബിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അതിൻ്റെ കൊക്ക് ഇങ്ങനെയാണ്, ഇച്ചിരി പരന്നതാണ് അല്ലേ? അതുപോലെ ലെഗ്സ് ആർ സ്ട്രോങ് ആൻഡ് വെൽ ഡെവലപ്ഡ്, അതിൻ്റെ കാലുകൾ വളരെ ശക്തിയുള്ളതാണ്. അത് കാലുകളെപ്പോലെ തന്നെ ദ വിങ്സ്, അതിൻ്റെ ചിറകുകളും വളരെ ശക്തിയാണ്. അതുപോലെ ഷോർട്ട് ആൻഡ് പോയിൻറ്റഡ്, കൂർത്തതാണല്ലേ, വളരെ നീളം കുറഞ്ഞതും കൂർത്തതുമാണ് കാട്ടുതാറാവിൻ്റെ വിങ്സ്. അതിനെങ്ങനെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്? ഓൾ ഡക്ക് സ്പീഷീസ് ഹാവ് വെബ്ഡ് ഫീറ്റ് ദാറ്റ് ഹെൽപ്പ് ദം സ്വിം. അതുപോലെ മറ്റൊരു പ്രത്യേകത കാട്ടുതാറാവിൻ്റെ ഉണ്ട്, അവയ്ക്ക് വെബ്ഡ് ഫീറ്റാണ് അല്ലേ, ചർമ്മബന്ധിതമായ കാലുകളാണ്. അതുപോലെ അവയുടെ തൂവലുകൾ കണ്ടിട്ടില്ലേ? ഡക്ക് ഫെതേഴ്സ് ഹാവ് ഓയിലി കോട്ടിംഗ് ദാറ്റ് പ്രിവെൻറ്റ്സ് വാട്ടർ ഫ്രം സെറ്റിലിംഗ് ഇൻ ഡക്ക് ഫെതേഴ്സ്. അതിൻ്റെ തൂവലുകൾ വെള്ളം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ അതിനൊരു ഓയിലി കോട്ടിംഗ് ഉണ്ട്, ഒരു എണ്ണമയം പോലുള്ള കോട്ടിംഗ് ഉണ്ട് അതിന്. അതുപോലെ ദ സ്പൂൺ ലൈക്ക് ഷേപ്പ് ഓൾസോ ഹെൽപ്സ് ഡക്ക് ഫിൽറ്റർ ഫുഡ് ഫ്രം വാട്ടർ, സാൻഡ് ഓർ മഡ്. ചെളിയിൽ നിന്നോ മണ്ണിൽ നിന്നോ അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്നോ ഒക്കെ ഇങ്ങനെ മീനിനെ പിടിച്ചിട്ട് അരിപ്പ പോലെ, അതിൻ്റെ പല്ലുകളില്ല പക്ഷേ സൈഡിൽ ഒരു അരിപ്പ പോലെ അതിൻ്റെ കൊക്കുകളുടെ ഇടയിൽ ചില ഭാഗങ്ങളുണ്ട്. അപ്പം മീനിനെ പ്രാണികളെ മാത്രം അതിൻ്റെ വായിലേക്ക് പോകും, ബാക്കി അതിൻ്റെ കൂടെ വരുന്ന വെള്ളം ഈ അരിപ്പ പോലുള്ള ഭാഗത്ത് കൂടെ പുറത്ത് പോവുകയാണ് ചെയ്യുന്നത്. അടുത്ത ആരാണ്? പെലിക്കൺ, വർണ്ണക്കൊക്ക്. They are characterized by a long beak and a large throat pouch. പെലിക്കണിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടോ? പെലിക്കണിന് എന്താ പ്രത്യേകത? നമ്മൾ ടീച്ചർ കാണിച്ചു തന്നു അല്ലേ, നമ്മൾ ആ വീഡിയോയിൽ ടീച്ചർ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഒരു പൗച്ച് പോലെ ഉണ്ടല്ലേ, അതിൻ്റെ കീഴ്ത്ത അടിയിൽ ഒരു പൗച്ച് പോലെയുണ്ട്. മാത്രമല്ല അതിൻ്റെ ബീക്ക് നല്ല ലോങ് ആണ്, അതിൻ്റെ കൊക്കുകൾ നീളമുള്ള കൊക്കുകളാണ്. Pelicans do not store fish in their pouch, but simply use it to catch them and then tip it back to drain out water and swallow the fish immediately. അതിങ്ങനെ വെള്ളത്തോടെ ഇങ്ങനെ മീനിനെ പിടിക്കുന്നെങ്കിലും മീനിനെ അവിടെ സ്റ്റോർ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്യും? പെലിക്കൻസ് ഡു നോട്ട് സ്റ്റോർ ഫിഷ് ഇൻ ദെയർ പൗച്ച്. അതിന് നമ്മൾ വിചാരിക്കുക അതിനകത്ത് ഫിഷിനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമെന്ന്. ഒരിക്കലും ഇല്ല. ആ പൗച്ചിൽ
ഒരിക്കലും ഫിഷിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അത് ഫിഷിനെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പൗച്ച് പോലുള്ള സംഭവം ഉപയോഗിക്കുന്നത്. അത് മീനിനെ പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഉടനെ തന്നെ അതങ്ങ് വിഴുങ്ങും. ബാക്കി വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുകയും ചെയ്യും, വെള്ളം പുറത്ത് കളയുകയും ചെയ്യും. ദി അമേരിക്കൻ വൈറ്റ് പെലിക്കൺ ക്യാൻ ഹോൾഡ് സം 3 gallons ഓഫ് വാട്ടർ ഇൻ ഇറ്റ്സ് ബിൽ. 3 gallon വാട്ടർ, ഏകദേശം 11 ലിറ്റർ വെള്ളം വരെ അതിന് ശേഖരിച്ച് വയ്ക്കാനായിട്ട് സാധിക്കും. അടുത്തത് ബ്രോൺസ് വിങ്ഡ് ജക്കാന, താമരക്കോഴി. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ? അതിൻ്റെ നീളമുള്ള കാലുകൾ. ദ ബില്ലേഴ്സ് ലാർജ് ആൻഡ് ലോങ്. അവയുടെ കൊക്കുകളും നല്ല നീളമുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ളതാണ്, വലുതും ശക്തമായതുമാണ്. ദ ബാലൻസ് ഓൺ ദെയർ ലോങ് ലെഗ്സ് ആൻഡ് ലോങ് ടോസ് ആൻഡ് ഫീഡ് ഓൺ പ്ലാൻ മെറ്റീരിയൽ, insects and other invertebrates picked from the floating vegetation or the water's surface. They balance on their അതിന് ഈ മുകളിൽ പൊങ്ങിക്കിടക്കുന്ന താമര ഇലകൾക്ക് മുകളിൽ, വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തൂടെ സഞ്ചരിക്കാനായിട്ട് ഈ താമരക്കോഴിക്ക് പെട്ടെന്ന് സാധിക്കും. അതുപോലെ അതിൻ്റെ പുറത്തുള്ള കീടങ്ങളെയും പ്രാണികളെയും ഒക്കെ അത് ഈ ബ്രോൺസ് വിങ്ഡ് ജക്കാൻ അഥവാ താമരക്കോഴി തിന്നുന്നുണ്ട്. അടുത്തത് പാരറ്റ്. പാരറ്റിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? എല്ലാവരും പാരറ്റിനെ കണ്ടിട്ടുണ്ടാവും, സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്നതല്ലേ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പാരറ്റ്സ് ഇൻക്ലൂഡ് എ സ്ട്രോങ് കർവ്ഡ് ബിൽ. അതിൻ്റെ തത്തമ്മ ചുണ്ട് തന്നെ ഏറ്റവും വലിയ പ്രത്യേകതയല്ലേ, നല്ല വളഞ്ഞ് നല്ല ബലമുള്ള ചുണ്ടാണ്, കാരണം അത് നട്ട്സൊക്കെ അല്ലേ കഴിക്കുന്നത്. അതുപോലെ സ്ട്രേറ്റ് സ്ട്രാൻഡ്സ്, സ്ട്രോങ് ലെഗ്സ് ആൻഡ് ക്ലോഡ് സൈക്കോഡക്റ്റൈൽ ഫീറ്റ്. സൈക്കോഡക്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മുന്നോട്ടും 2 പിന്നോട്ടും ഉള്ളതാണ്. അതാണ് സൈക്കോഡക്റ്റൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ അഡാപ്റ്റേഷൻസ് എന്താണ്? 2 toes pointed forward and 2 pointed backward helps parrots have a ബെറ്റർ ഗ്രിപ്പ്. നമ്മൾ പറഞ്ഞു സൈക്കോഡക്റ്റൈൽ എന്ന് പറഞ്ഞു അല്ലേ, 2 മുമ്പോട്ടും 2 പിന്നോട്ടും ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതുകൊണ്ട് എന്താ പ്രയോജനം? അതിന് മരങ്ങളിൽ ഇങ്ങനെ ശക്തമായിട്ട് പിടിച്ചിരിക്കാൻ സാധിക്കും. ദ സ്ട്രോങ് ബീക്ക് ഈസ് ഐഡിയൽ ഫോർ ബ്രേക്കിംഗ് ഹാർഡ് നട്ട്സ് ആൻഡ് എൻഹാൻസിങ് ദ ബേർഡ്സ് ഗ്രിപ്പ് വെൻ ക്ലൈംബിങ് ട്രീസ്. അതിൻ്റെ കൊക്കുകളെ അതിനെ ഇങ്ങനെ ഇച്ചിരി കട്ടിയുള്ള നട്ട്സൊക്കെ കടിച്ചു മുറിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം അതുപോലെ മരത്തിൽ കയറുമ്പോഴും ഈ ടോസൊക്കെ അതിനെ സൈക്കോഡക്റ്റൈൽ ക്ലൂസ് അതിനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് അഡാപ്റ്റേഷൻസ്, ബേർഡ്സിൻ്റെ അഡാപ്റ്റേഷൻസും ഫിസിക്കൽ ഫീച്ചേഴ്സും ഒക്കെ. ഇനി ഒരു ആക്ടിവിറ്റിയും കൂടെ ഉണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി തന്നെയാണ്. അതിൻ്റെ ചില പക്ഷികളുടെ കൊക്കുകളും കാലുകളും തന്നിട്ടുണ്ട്, നമുക്കത് ഈസി ആയിട്ട് മാച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. ആദ്യത്തെ ഡക്കിൻ്റെ വെബ്ഡ് ഫീറ്റാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഡക്കിൻ്റെത് വെബ്ഡ് ഫീറ്റാണ്. അടുത്ത ഈഗിൾ എന്താണ്? ഷാർപ്പ് ക്ലോസ് ഉണ്ടോ. അടുത്ത ക്രെയിൻ്റെത് ലോങ് ആയിട്ടുള്ള കാലുകളാണല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു നവംബർ 19 ആക്ടിവിറ്റീസ്. പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം. Thank you.